മക്കളെ +2 ക്ലാസ് തുടങ്ങിയിട്ടിപ്പം ഏകദേശം ഒരു മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ. മിക്ക സ്കൂളുകളിലും നിങ്ങളുടെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ടാകും. ചില സ്കൂൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇപ്പം അക്കൗണ്ട്സ് ഒക്കെ ആവട്ടെ. ഇനി ബാക്കി സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇംഗ്ലീഷ് ആവട്ടെ, അതേപോലെ എക്കണോമിക്സ് ഒക്കെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. ആ ഒരു സമയം അല്ലേ, അത്രയും സമയം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് പോകുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു സ്പീഡിൽ ഒരു ആവറേജ് സ്പീഡിൽ എന്ത് ചെയ്യും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം നമുക്ക് വലിയ ലീവ് വന്നിട്ടില്ല, മഴ കാരണം അല്ലെങ്കിൽ പ്രളയം അങ്ങനെയൊന്നും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നമ്മുടെ പഠനത്തെ ബാധിച്ചിട്ടില്ല. ഇനി ഒരൊറ്റ മാസം കൂടി കഴിഞ്ഞാൽ, അഥവാ ഈ ഒരു ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റും കൂടി കഴിഞ്ഞാൽ, ഈ മാസവും നെക്സ്റ്റ് മന്ത് കൂടി കഴിഞ്ഞാലും ഒരു സ്പെഷ്യൽ കാര്യം വരാണ്ട്. എന്താണ്? ഓണം അല്ലേ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസം കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൻ്റെ എക്സാമിനേഷൻ വരും, അഥവാ ഓണം എക്സാം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എക്സാം വരും. ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലായിട്ടാണ് നമുക്ക് ലീവും കാര്യങ്ങളും വരുന്നത്. ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിലായിരിക്കും നിങ്ങളുടെ ഓണപ്പരീക്ഷ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ +1 പഠിക്കുന്ന സമയത്ത് ഓണപ്പരീക്ഷ ഇല്ലായിരുന്നു. കാരണം അഡ്മിഷൻ്റെ കുറേ ബുദ്ധിമുട്ടുകളും പിന്നെ ഒരുപാട് ലീവും കാര്യങ്ങളും വന്നതുകൊണ്ട് നമുക്ക് എന്തുണ്ടായിരുന്നില്ല, ഓണപ്പരീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഓണപ്പരീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓൾ കേരള ലെവലിൽ ഒരു കേന്ദ്രീകൃതമായിട്ട് എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ അത്തരം ഒരു സിസ്റ്റം ആയിരുന്നില്ല. പക്ഷേ മിക്കവാറും ഈ വർഷം, കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല, അപ് ടു ഈ ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് വരെ നല്ല രീതിയിൽ ഈ ഒരു ആവറേജ് സ്പീഡിലായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷൻ സിസ്റ്റം മുന്നോട്ട് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും മോസ്റ്റ് പ്രോബബ്ലി ഓണപ്പരീക്ഷയുടെ എക്സാമിനേഷൻ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിലേക്ക് ഉണ്ടാകും. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷനിൽ ഓൾമോസ്റ്റ് 35% നിങ്ങളുടെ സബ്ജക്ട്സിൻ്റെയും എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. മോറോവർ അക്കൗണ്ടിങ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പോർഷൻ എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ ഓണപ്പരീക്ഷയ്ക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോഴേ ഓണപ്പരീക്ഷ നിങ്ങളുടെ ഒരു ലെവൽ പോയിന്റ് പോലെ നിങ്ങൾ കാണണം. കാരണം നിങ്ങൾ ആ ഓണപ്പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാം, ആ 35% പിന്നെ നിങ്ങൾ പഠിക്കണ്ട. പിന്നെ അടുത്ത ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും ഏകദേശം 80% ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. അപ്പം ബാക്കിയുള്ള 40% നിങ്ങൾ പോർഷൻ എന്ത് ചെയ്താൽ മതി, ക്രിസ്മസ് എക്സാമിന് പഠിച്ചാൽ മതി. ഇനി ഈ ക്രിസ്മസ് എക്സാം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ എക്സാമിലേക്ക് ബാക്കി 20% പിന്നെ നമ്മുടെ ഫുൾ പോർഷൻ ഒന്ന് റിവൈസ് ചെയ്താൽ എന്താകും, നമ്മുടെ സബ്ജക്ട്സ് എന്തായി കംപ്ലീറ്റ് ആയി. നമ്മുടെ ഫൈനൽ എക്സാം എന്ത് ചെയ്യാം, നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓണപ്പരീക്ഷ ഒരിക്കലും നിങ്ങൾ ഒരു ലാഘവത്തോടെ കാണാതെ ഇപ്പം തന്നെ അതിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ വീക്കെൻഡുകളും അതുപോലെ തന്നെ ലീവ് ഡേറ്റുകളൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി സെറ്റായിട്ടിരിക്കുക. കൂടുതൽ ക്ലാസ്സുകൾക്കും ലൈവുകൾക്കും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.